വീടുണ്ട്, സ്വത്തുണ്ട്, സൗന്ദര്യമുണ്ട്, സ്നേഹിക്കാൻ ആരാധകരുമുണ്ട്. മരിക്കുമ്പോൾ വെള്ളം നൽകാൻ മാത്രം ആരുമുണ്ടായില്ല. സ്വന്തം വീട്ടിൽ മക്കളെയും പ്രിയപ്പെട്ടവരെയും കണ്ടുകൊണ്ട് മരിക്കാനുമായില്ല. മരണവേദനയിൽ ആരും ആശ്വാസം നൽകാൻ അടുത്തുണ്ടായില്ല. നാടൻ പാട്ടിനെ ജനകീയമാക്കിയ സിനിമാ നടൻ കലാഭവൻ മണി. 100 കോടി രൂപയുടെ സ്വത്തുണ്ടെന്ന് പറയപ്പെടുന്നു. ജീവിച്ചത് 44 വയസ്സുവരെ മാത്രം. കരളില്ലാതായിട്ട് തിരിച്ചറിയാൻ പോലും 1000 കോടിയിലെ 1 രൂപ കൊണ്ട് പോലും സാധിച്ചില്ല. സമ്പാദ്യം വിട്ട് പോയി മറഞ്ഞു. ജയലളിത 10,000 കോടിയുടെ സ്വത്ത്. 2 മാസം ഐസിയുവിൽ കിടന്നത് ജീവനോടെയോ അല്ലാതെയോ എന്നറിയില്ല. 10,000 കോടി സ്വത്തുണ്ടായിട്ടും 2 മാസം പുറം ലോകം കാണാനോ ആരോടെങ്കിലും സംസാരിക്കാനോ ആശ്വാസവാക്ക് കേട്ടു മരിക്കാനോ കഴിഞ്ഞില്ല. ഒരുപാട് പാഠങ്ങളുണ്ട് ഈ ജീവിത മരണങ്ങളിൽ. മരണത്തിന് ആരോടും ദയയില്ല. എങ്ങനെ, എവിടെ എന്നില്ല. ഒന്നും കയ്യിൽ കരുതാൻ അനുവദിക്കില്ല. കരുതിയാലും പ്രയോജനം ചെയ്യുകയുമില്ല. ചതിച്ചു കൈക്കലാക്കാനും വെട്ടിപ്പിടിക്കാനും നാം കാണിക്കുന്ന ആവേശം ദാനധർമ്മത്തിനാണ് കാട്ടേണ്ടത്. അതിനെ പരലോകത്ത് മൂല്യമുള്ളൂ. മരിക്കുമ്പോൾ വിട്ടുപോകുന്ന സ്വത്തിന് പുതിയ അവകാശികൾ വരും. നാം കരഞ്ഞുകൊണ്ട് വെറും കൈയോടെ ഈ ഭൂമിയിൽ ജനിക്കുന്നു. വെറും കൈയോടെ മടങ്ങിപ്പോവുകയും ചെയ്യുന്നു. അതുകൊണ്ട് ജീവിച്ചിരിക്കുമ്പോൾ കഴിവതും ദാനധർമാദികൾ ചെയ്ത് ജീവിക്കാൻ ശ്രദ്ധിക്കുക. അശരണരെ കഴിയുന്ന രീതിയിൽ സഹായിക്കാനും ശ്രമിക്കുക.